ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക്. കൊട്ടിയൂരാണ്. കൊട്ടിയൂർ ഇന്ന് വൈശാഖ മഹോത്സവത്തിൻ്റെ പ്രധാന ചടങ്ങിലൊന്നായ നീരെഴുന്നള്ളത്താണ്. നീരെഴുന്നള്ളത്തും കാഴ്ചകളും ഒക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. കൊട്ടിയൂർ പ്രധാന ചടങ്ങാണ്. അക്കര ക്ഷേത്രത്തിൽ നീരെഴുന്നള്ളത്തിന് ശേഷം മാത്രമേ മറ്റ് ചടങ്ങുകൾ ആരംഭിക്കുകയുള്ളൂ. ആ കാഴ്ചകളാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. പോകാം നമുക്ക് വീഡിയോയിലേക്ക്. ക്ഷേത്രങ്ങളെയും ചുറ്റിയാണ് ഒഴുകുന്നത്. ബാവലിപ്പുഴ കൊട്ടിയൂരിനെ രണ്ടായി മുറിക്കുന്നു എന്നും പറയാം. പുഴയുടെ തെക്ക് ഭാഗത്ത് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രവും വടക്ക് ഭാഗത്ത് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു. വൈശാഖ മഹോത്സവം നടക്കുന്നത് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ പ്രധാന ചടങ്ങുകളിൽ ഒന്നാണ് നീരെഴുന്നള്ളത്ത്. നീരെഴുന്നള്ളത്ത് അക്കര ക്ഷേത്രത്തിൽ പ്രവേശിച്ചതിന് ശേഷം മാത്രമേ മണിത്തറയും തിരുവഞ്ചിറയും വൃത്തിയാക്കുകയുള്ളൂ. ഇക്കരെ ക്ഷേത്രത്തിൽ നടക്കുന്ന അടിയന്തര യോഗശേഷം ജന്മാശാരി, സമുദായി, വാളാശാന്മാർ, കണക്കപ്പിള്ള, മറ്റു പാരമ്പര്യ സ്ഥാനികർ തുടങ്ങിയവർ ആചാരപ്രകാരം അക്കരെ ക്ഷേത്രസന്നിധിയിലേക്ക് പുറപ്പെടും. കാനനപാതയിൽ കൂടി നടന്ന് മന്നഞ്ചേരി ഉരുളിക്കുളത്തിനടുത്തെത്തുന്ന സ്ഥാനികർ അവിടെയുള്ള കൂവപ്പാടത്ത് നിന്ന് കൂവ ഇലകൾ ശേഖരിച്ച് അക്കര ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ട് കൂവ ഇലകളുമായി മന്നഞ്ചേരി ബാവലിക്കരയിൽ എത്തുന്നു അടിയന്തരക്കാരും സ്ഥാനികരും. ബാവലിപ്പുഴയുടെ മറുകരയിൽ കാത്തുനിൽക്കുന്ന പൂണൂലിടാത്ത നമ്പൂതിരി എന്നറിയപ്പെടുന്ന കുറിച്യസ്ഥാനികൻ ആയ ഒറ്റപ്പിലാനോട് അനുവാദം ചോദിച്ച് ബാവലിപ്പുഴയിൽ പ്രവേശിക്കുന്നു. ബാവലി തീർത്ഥത്തിൽ കുളിച്ച ശേഷം മാത്രമേ അക്കരയിലേക്ക് പ്രവേശിക്കാവൂ എന്നാണ് പറയുന്നത്. ഈ സമയം പുറംകലയനും ജന്മാശാരിയും ഒറ്റപ്പിലാന്റെ നേതൃത്വത്തിൽ അക്കരെ സന്നിധാനത്തേക്ക് പുറപ്പെട്ടു. കുറിച്യരുടെ വാസസ്ഥലമായി മാറിയ കൊട്ടിയൂരിൽ ഒരിക്കൽ ഒരു കുറിച്യ യുവാവ് തന്റെ അമ്പിന്റെ മൂർച്ച കൂട്ടാനായി അവിടെ കണ്ട ശിലയിൽ ഉരച്ചപ്പോൾ ശിലയിൽ നിന്ന് രക്തം വാർന്നു. അത് അറിഞ്ഞെത്തിയ പടിഞ്ഞീറ്റ നമ്പൂതിരി കൂവ ഇലയിൽ കലശമാടിയെന്നാണ് ഐതിഹ്യം. ഇതിനെ അനുസ്മരിപ്പിക്കുന്നതാണ് ഇപ്പോൾ നടക്കുന്ന നീരെഴുന്നള്ളത്ത്. പരിപാവനവും പരിശുദ്ധവുമായ ഈ ചടങ്ങ് നടത്തിയതിനു ശേഷം മാത്രമേ മറ്റു ചടങ്ങുകൾ അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നടത്താറുള്ളൂ.
പരാശക്തിയും കൈലാസനാഥനും ഒരുമിച്ച് വാഴുന്ന അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ എത്തുക എന്നത് തന്നെ പുണ്യമാണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുകയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ എല്ലാ വീഡിയോകളും ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ട്രാവൽ സിറ്റി 916 എന്ന ചാനലിൽ ഞങ്ങൾ അപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. അക്കരെ സന്നിധാനത്ത് പ്രവേശിക്കുന്ന ഒറ്റപ്പിലാനും സംഘവും കൂവപ്പാടത്തു നിന്നും ശേഖരിച്ച കൂവയിലെ തിരുവഞ്ചിറയിലെ ക്ലാരക്കുണ്ടിൽ നിന്നും ജലം ശേഖരിച്ച് മണിത്തറയ്ക്ക് അടുത്തുള്ള മുഖമണ്ഡപത്തിൽ എത്തിച്ചേരും. മുഖമണ്ഡപത്തിൽ പ്രവേശിച്ച് തുടർന്ന് മണിത്തറയിൽ കയറാതെ മണിത്തറയുള്ള സ്ഥലത്ത് ജലം അഭിഷേകം ചെയ്യുന്നു. അപ്പോഴേക്കും ഓംകാര മന്ത്രം മുഴക്കി പടിഞ്ഞീറ്റ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ സാമുദായിക സ്ഥാനികരും ബാവലിപ്പുഴയിൽ നിന്നും ശേഖരിച്ച ജലവുമായി എത്തുന്നു. പടിഞ്ഞീറ്റ നമ്പൂതിരി മണിത്തറയിൽ പ്രവേശിച്ച് കൂവയിലയിൽ ശേഖരിച്ച ജലം സ്വയംഭൂ വിഗ്രഹം മൂടിയ അഷ്ടബന്ധത്തിൽ അഭിഷേകം ചെയ്യുന്നു. ഹരി ഗോവിന്ദ 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 ഹരി ഗോവിന്ദ. ഈ സമയം ക്ഷേത്ര ഊരാളന്മാരും സ്ഥാനികരും തിരുവഞ്ചിറയിൽ എത്തിച്ചേരുന്നു. മണിത്തറയിൽ സ്വയംഭൂശില മൂടിയ അഷ്ടബന്ധം പടിഞ്ഞീറ്റ നമ്പൂതിരി എല്ലാവർക്കും പ്രസാദമായി നൽകി. എല്ലാവരും മണിത്തറ നോക്കി ഭഗവാനെ പ്രാർത്ഥിച്ച് മടങ്ങുന്നു. മടങ്ങിപ്പോകുന്നവർ കഴിഞ്ഞ വർഷത്തെ വൈശാഖ മഹോത്സവത്തിന് ശേഷം തിടപ്പള്ളിയിലെ തിരുവടുപ്പിൽ അവശേഷിച്ച ചാരം പ്രസാദമായി വാരിയെടുത്ത് സ്ഥാനികർ മടങ്ങിപ്പോകുന്നു. Hare
മണിത്തറയും വെള്ളത്തിലും കരയിലുമായി കെട്ടിയുണ്ടാക്കിയ പർണശാലകളും കുടിലുകളും ചേർന്നതാണ് താൽക്കാലിക ക്ഷേത്ര സമുച്ചയം. ബാവലിയിൽ നിന്ന് കിഴക്ക് ഭാഗത്തുകൂടെ ഒഴുകിവരുന്ന വെള്ളം ക്ഷേത്രമുറ്റത്തെ തിരുവഞ്ചിറയെ വലം വെച്ച് പടിഞ്ഞാറോട്ടൊഴുകി ബാവലിയിൽ തന്നെ ചേരും. ബാവലിയിലെ കല്ലുകളും മണ്ണും കൊണ്ടാണ് മണിത്തറ ഉണ്ടാക്കുന്നത്. ഐശ്വര്യദായിനിയും ആദിപരാശക്തിയുമായ ഭഗവതിയുടെ സാന്നിധ്യമുള്ള അമ്മാറക്കല്ലുമുണ്ട് ഇവിടെ. ഉത്സവകാലത്ത് 34 താൽക്കാലിക ഷെഡുകൾ കെട്ടും. അമ്മാറക്കല്ലിന് മേൽക്കൂരയില്ല, ഒരു ഓലക്കുടയാണ് ഉള്ളത്. ശ്രീ പാർവതി സങ്കല്പമാണ് ഇവിടെ ഉള്ളത്. തിരുവഞ്ചിറയിലെ ശയനപ്രദക്ഷിണം പ്രത്യേകതയുള്ളതാണ്. മുട്ടപ്പം വെള്ളത്തിലൂടെ കണ്ണുകെട്ടിയാണ് ഇവിടെ ശയനപ്രദക്ഷിണം നടത്തുന്നത്. രാപകൽ വിറകരിയുന്ന കൊട്ടിയൂർ ക്ഷേത്രത്തിലെ തിരുവടുപ്പുകളിൽ നിന്നും ചാരം നിത്യവും ശിവഭൂതഗണങ്ങൾ നീക്കം ചെയ്യുന്നുവെന്നാണ് വിശ്വാസം. പ്രകൃതിയോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു ഉത്സവമാണിത്. ഒരുപാട് ജാതിക്കാർ ആചാരമായി ചടങ്ങുള്ള ഒരു ഉത്സവം. വനവാസികൾ തൊട്ട് നമ്പൂതിരിമാർ വരെയുള്ള അവകാശികൾ ഇവിടെ അണിചേരും. പ്രദക്ഷിണ വഴിയിൽ ജലം ഒഴുകിയിരിക്കണം എന്ന് ആചാരമുള്ള ഒരേയൊരു ക്ഷേത്രമാണ് കൊട്ടിയൂർ അക്കരെ കൊട്ടിയൂർ ക്ഷേത്രം. ഇവിടുത്തെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകതയാണ് ബ്രാഹ്മണ സ്ത്രീകൾക്ക് കൊട്ടിയൂരിൽ പ്രവേശനമില്ല. കൂടാതെ രാജകുമാരന്മാർക്കും ഇവിടെ പ്രവേശനമില്ല. ഹായ്, അങ്ങനെ ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് കൊട്ടിയൂരത്തെ നീരെഴുന്നള്ളത്തും കാഴ്ചകളും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.